എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലുള്ള കേറ്ററ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും ലഭ്യമാകുന്നതായിരിക്കും. നമ്മൾ OMR ഷീറ്റിനകത്തെ കാര്യങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ അത് നമ്മൾ കാറ്റഗറി 1 എടുത്തിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കിനി ഓരോ കാറ്റഗറിയായിട്ട് കാറ്റഗറി 1, 2, 3, 4 അങ്ങനെ എടുത്ത് നമുക്ക് OMR അസാധുവാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായിട്ട് കാറ്റഗറി 1 തന്നെയാണ് പറയുന്നത്. പാർട്ട് 2, പാർട്ട് 3യിലെ ഭാഷകൾ ഓൺലൈൻ അപേക്ഷയെ തിരഞ്ഞെടുത്തത് തന്നെയാവണം OMR ഷീറ്റിലെ ചൂസ് എനിവൺ എന്ന കോളത്തിലും ബബിൾ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം OMR അസാധുവാകുന്നതാണ്. ഇത് കാറ്റഗറി 1ൻ്റെയാണ്. കാറ്റഗറി 2ലേക്ക് വന്നാൽ പാർട്ട് 1ൽ മാത്തമാറ്റിക്സ്, സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഓൺലൈൻ അപേക്ഷ സമയത്ത് പരീക്ഷാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതല്ല. ഒരു ചോദ്യ ബുക്ക്ലെറ്റിൽ തന്നെ മേൽ 2 വിഷയങ്ങളിലെ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥികൾക്ക് അനുയോജ്യമായ വിഷയം OMR ഷീറ്റിൽ ചൂസ് റെസ്പെക്റ്റീവ് സബ്ജക്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിന് താഴെ ഏതെങ്കിലും ഒരു വിഷയത്തിന് നേരെ മാത്തമാറ്റിക്സ്, സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ബബിൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം OMR അസാധുവാകുന്നതാണ്. പാർട്ട് 2, പാർട്ട് 3 ഭാഷകൾ ഓൺലൈൻ അപേക്ഷയെ തിരഞ്ഞെടുത്തത് തന്നെ OMR ഷീറ്റിലെ ചൂസ് എനിവൺ എന്ന കോളത്തിൽ ബബിൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം OMR അസാധുവാകും. കാറ്റഗറി 3യിലേക്ക് വന്ന അപേക്ഷ സമർപ്പണ സമയത്ത് പരീക്ഷാർത്ഥി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പാർട്ട് 2വിൽ ഒരു ഭാഷയും പാർട്ട് 3യിൽ അക്കാഡമിക് വിഷയവും തന്നെ OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം OMR അസാധുവാകും. കാറ്റഗറി 4ലേക്ക് വന്ന പാർട്ട് 2വിൽ ഒരു ഭാഷയും പാർട്ട് 3യിൽ പരീക്ഷാർത്ഥിയുടെ സ്പെഷ്യൽ വിഷയവും, അതായത് ഓൺലൈൻ അപേക്ഷയിൽ തിരഞ്ഞെടുത്തത് തന്നെ പരീക്ഷ സമയത്തും OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം OMR അസാധുവാകും. OMR അസാധുവാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് വരാതിരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.